റാപ്പർ വേടനെ ജാമ്യത്തിൽ വിട്ടയച്ചു. തനിക്കെതിരായ രണ്ടാമത്തെ കേസിൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വേടൻ. പരിപാടികൾ സജീവമാകും. ഗൂഢാലോചനയുണ്ടോ എന്ന ചോദ്യത്തിന് പിന്നീടെല്ലാം പറയാമെന്നും മറുപടി. അതേസമയം വേടനെ പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കാക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ മദ്യലഹരിയിൽ യുവാക്കൾ പ്രതിഷേധിച്ച് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി അർച്ചന ചേരുകയാണ്. അർച്ചന, ഇപ്പോൾ വേടൻ എന്നെ ഈ വിവരശേഖരണങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തിറക്കിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. പ്രതിഷേധിച്ചവരുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ എന്താണ്? രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. ഇന്നലെ അല്പസമയം മുൻപാണ് വേടനെ രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വിട്ടയച്ചത്. പ്രധാനമായും വേടൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ രണ്ടാമതൊരു കേസ്, യുവതി നൽകിയൊരു കേസ് കൂടിയുണ്ട്. അതിൽ പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കും. ഇതുകൂടാതെ പൊതുപരിപാടികളെല്ലാം തന്നെ ഇനി സജീവമാകും. മാത്രമല്ല, ഈ ഗൂഢാലോചന ഉണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് പിന്നീടെല്ലാം പറയാം. ഇപ്പോൾ കോടതിയുടെ പരിഗണനയായതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് പിന്നീട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്നാണ് ഇപ്പോൾ വേടൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നും ഇന്നലെയുമായിട്ട് വേടനെ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഒപ്പം 114 ചോദ്യങ്ങളും എല്ലാം ഉയർത്തിയാണ് ആ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ നടന്നത്. എന്തായാലും വേടനെ ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 2 പേർ ഇത്തരത്തിൽ വേടനെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയുണ്ടായി. ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്.